ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നായിരുന്നു എനിക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഇൻ്റർവ്യൂ. ഇത് ശരിക്കും അങ്ങോട്ട് പോകുന്ന വീഡിയോ അല്ല, അവിടുന്ന് തിരിച്ചു വരുന്ന വീഡിയോ ആണ് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം നമ്മൾ പോയി എറണാകുളത്ത്, അവിടെ റൂം എടുത്ത് താമസിച്ചു. ഇതായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡ്രസ്സ്. ഭയങ്കര ഫോമലൊന്നും അല്ല, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഫോമൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂമിൻ്റെ വിൻഡോൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആയിരുന്നു. ഇതാ കാണുന്നതാണ് നമ്മുടെ ഹൈക്കോടതി. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഹൈക്കോടതി. ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ഒരു പിക്കോ വീഡിയോ നടക്കാൻ പറ്റിയില്ല. ധൃതി പിടിച്ചിട്ടെങ്കിൽ തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് രാവിലെ എടുത്ത വീഡിയോ ആണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹൈക്കോർട്ടിൻ്റെ ഫ്ലോർ കാണാൻ പറ്റും, ആ ഒരു ഹോട്ടലിൻ്റെ മുറിയിൽ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഇൻ്റർവ്യൂവിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആദ്യം തന്നെ ചോദിച്ചത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജോലി ഒന്നും ചെയ്തില്ലേ, ജോലി ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. അതായത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം ഞാൻ സീറ്റിലിരിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു സീറ്റിലിരിക്കാൻ പറയും. ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്. സീറ്റിലിരിക്കാൻ പറയും, നമ്മൾ വിഷ് ചെയ്യുന്നു, വിഷ് ചെയ്ത കഴിഞ്ഞ ശേഷം ക്വസ്റ്റ്യൻസ് ആരംഭിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചത് ലിറ്റിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പം അത് കഴിഞ്ഞപ്പം ഗ്രാജുവേഷന് ശേഷം ജോലി ഒന്നും ചെയ്ത് വെച്ചപ്പം ഞാൻ സ്മൈൽ ചെയ്തുകൊണ്ട് പറഞ്ഞു നോ സാറെന്ന്. അപ്പം എന്നോട് ചോദിച്ചു വൈ, ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ ജോലി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിൻസ് ദെൻ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെൻറ് ജോബിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ജോലി ഒന്നും നോക്കാൻ എന്നുള്ള രീതിയിൽ ആൻസർ പറഞ്ഞു. പിന്നെന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സണൽ ക്വസ്റ്റിന് ശേഷം പിന്നെ എന്നോട് പേഴ്സണലായിട്ട് ക്വസ്റ്റൻ ഒന്നും ചോദിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്വസ്റ്റിന് ഫോളോ അപ്പ് ആയിട്ടും അല്ലാതെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ സെക്കൻഡ് അവർ ചോദിച്ചതാണ് എന്താണ് പെർമനൻറ്റ് ലോക അദാലത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അതെന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനുള്ള ആൻസർ പറഞ്ഞു. ആ പറഞ്ഞതിൽ നിന്നാണ് പിന്നെ എന്താണ് മീഡിയേഷൻ അല്ലെങ്കിൽ മീഡിയേറ്ററും ആർബിട്രേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു. പിന്നീട് ചോദിച്ചതാണ് പ്രൈവറ്റ് മീഡിയേറ്റേഴ്സ് ഉണ്ടോ, മീഡിയേറ്റേഴ്സിനെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഫോളോ അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അതിനൊക്കെ ആൻസർ പറയാൻ പറ്റി. ഇതിന് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ അത് ഹരിതകർമ്മസേനയാണ് കളക്ട് ചെയ്യുന്നതെന്ന് വരെ എനിക്കറിയായിരുന്നു. പക്ഷേ അത് എങ്ങനെയാണ് എൻ്റെ മാനേജ്മെൻറ്റ് ഡിസ്പോസൽ ശരിക്കും പറയാൻ നോക്കാൻ വിട്ടുപോയൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ലാൻഡ് ഫിൽ എന്നൊരു ഉത്തരം എൻ്റെ വായിൽ വന്നു, ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ വേസ്റ്റ് ഒക്കെ റേഡിയേഷൻ അല്ലേ, അപ്പോൾ ഇങ്ങനെ ലാൻഡ് ഫില്ലൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ പറ്റുമോ, ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ അതിനെനിക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ദെൻ സർ ഐ ഡോണ്ട് നോ, ഡിസ്പോസൽ വേ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് പെർമനൻറ്റ് ലോക അദാലത്തും ഡിഫറൻസ് ബിറ്റ്വീൻ മീഡിയേഷൻ ആൻഡ് ആർബിട്രേഷൻ. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചോദിച്ചു. പിന്നെ ചോദിച്ചത് നമ്മുടെ UCC യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ലിവ് ഇൻ റിലേഷൻഷിപ്പ്, പിന്നെ അതിൽ നിന്ന് അത് ജസ്റ്റ് ഞാൻ വൺ വേർഡിൽ ഡെഫിനേഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്നോട് ചോദിച്ചത് ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ലിവ് ഇൻ റിലേഷൻഷിപ്പും മാരേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അതിൽ ഞാൻ പെട്ടുപോയി. ബിക്കോസ് ഞാൻ ലിവ് ഇൻ റിലേഷൻഷിപ്പ് പേഴ്സണൽ കാര്യമാണ്, അതിലങ്ങനെ ടു മച്ച് ഇൻവോൾവ്മെൻറ്റ് ആകരുതെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ടു മച്ച് ഇൻവോൾവ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. ശരിക്കും ഇങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പം UCC ആണെങ്കിലും ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള അഭിപ്രായം, അതിനെക്കുറിച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ടോപ്പിക്സ് ചോദിക്കുമ്പം ഡിപ്ലോമാറ്റിക്കായിട്ട് ആൻസർ പറയണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് അങ്ങനെ ആണെങ്കിൽ കൂടി അതൊരു ഡിബേറ്റിന് സാധ്യതയുണ്ടെങ്കിൽ കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് ആൻസർ പറയണം എന്നൊക്കെ നമ്മൾ ഇവിടുന്ന് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് പഠിച്ചിട്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലേ, ഞാൻ ആക്ച്വലി ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ റെസ്റ്റ്ലെസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പം എനിക്ക് എൻ്റെ രീതിയിൽ എന്നുവെച്ചാൽ ഞാൻ എങ്ങനെയാണോ ആ രീതിയിലാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, അതിൽ ടു മച്ച് ഇൻവോൾവ്മെൻറ്റ് ആകരുതെന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും പറഞ്ഞു. പക്ഷേ അതിൻ്റെ ലീഗൽ സൈഡോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ലെവലോ ഒന്നും ഞാൻ ചിന്തിക്കാൻ പോയില്ല. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അപ്പോൾ റെഗുലേഷൻ വേണ്ടെന്നാണ് പറയുന്നതെങ്കിൽ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് വന്നിട്ടുണ്ടല്ലോ UCC പാസ്സാക്കിയതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഉത്തരാഖണ്ഡ് റീസെൻ്റ്ലി പാസ്ഡ് ദിസ് അല്ലെങ്കിൽ ആസ്ഡ് ഫോർ രജിസ്ട്രേഷൻ ഫോർ ദിസ് ലിവ് ഇൻ റിലേഷൻഷിപ്പ്. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഐ തിങ്ക് പേഴ്സണലി അവരുടെ കാര്യത്തിൽ ടു മച്ച് ഇൻവോൾവ്മെൻറ്റ് ആകരുത്, റെഗുലേഷൻസ് മസ്റ്റ് ബി ദെയർ എന്ന് പറഞ്ഞു, ഷുഡ് ബി ദെയർ എന്ന് പറഞ്ഞു. പക്ഷേ ടു മച്ച് ഇൻവോൾവ്. അപ്പോൾ ഈ ടു മച്ച് ഇൻവോൾവ്മെൻറ്റ് എന്താണെന്ന് അപ്പോൾ എനിക്കറിയില്ല എന്താണ് ഈ ടു മച്ച് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയാൻ എനിക്കറിയില്ല. നമ്മൾ സാധാരണ കൊളക്കിൽ പറയുന്നതാണല്ലോ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ടു മച്ച് ഇൻവോൾവ് ചെയ്യരുതെന്ന്, ആ ഒരു രീതിയിൽ പറഞ്ഞതാണ്. പക്ഷെ അത് അവിടെ പറ്റില്ല. പിന്നെ അങ്ങനെ അവർക്ക് വേണ്ട ഉത്തരം അവർക്ക് ലീഗലി പറയാൻ
അല്ലെങ്കിൽ അവർക്കത് ഡിബേറ്റബിൾ ആയിരുന്നു അത്. അപ്പോൾ ഡിബേറ്റ് ചെയ്തവർക്ക് ലീഗലി പറയാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് സ്പീച്ച്ലെസ് ആയിപ്പോയി ഞാൻ. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു അവരിൽ ഒരാൾ ഇപ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ല, രജിസ്റ്റർ ചെയ്യേണ്ട. അത് ഞാനാണ് എന്നോട് ചോദിച്ചു എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആൻഡ് മാരേജ് ദെൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നിന് രജിസ്ട്രേഷൻ വേണം, ഒന്നിന് രജിസ്ട്രേഷൻ വേണ്ട, ആരുടെയും കൂടെ ജീവിക്കുക, അങ്ങനെ ഒരു പോളിസിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട്നേഴ്സിന് കുട്ടി ഉണ്ടാവുന്നു, ഏതെങ്കിലും ഒരു പാർട്ട്ണർ അവരെ ഡെസേർട്ട് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നുവെങ്കിൽ അപ്പോൾ അവർക്ക് ലീഗൽ ബാക്കപ്പ് ഒന്നും കിട്ടില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് നല്ലതാണോ എന്ന് ചോദിച്ചു. റെഗുലേഷൻ വേണ്ട എന്ന് അപ്പോഴും അങ്ങനെയുള്ള അഭിപ്രായത്തിലാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ദെൻ സർ യെസ് സർ ഇറ്റ് ഈസ് മേക്കിംഗ് സെൻസ് സർ, ഐ തിങ്ക് റെഗുലേഷൻ ഷുഡ് ബി ദെയർ എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ മാറ്റി പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഓൾസോ യു ആർ ചേഞ്ചിങ് യുവർ ഡിസിഷൻ. അപ്പം ഞാൻ പറഞ്ഞു യെസ് സാറിന്. എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് എൻ്റെ കാര്യം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ അങ്ങനെ പറയേണ്ടി വന്നു. ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, ലീഗൽ സൈഡ് നോക്കുമ്പോൾ ലീഗൽ ബാക്കപ്പ് വേണം. ഇങ്ങനൊരു സംഭവം നടക്കുകയാണെങ്കിൽ ഒരു ലീഗൽ ബാക്കപ്പ് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ പിന്നെ റെഗുലേഷൻ വന്നതുകൊണ്ട് നമുക്ക് അതിന് അഗെയിൻസ്റ്റ് വരേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിബേറ്റബിൾ ആകാം കുറച്ചും കൂടി. എന്ത് പറയാം, അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അവർ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയപ്പോൾ തന്നെ അവർക്ക് അതൊക്കെ അവരറിഞ്ഞിട്ട് വേണമായിരുന്നു ലിവ് ഇൻ റിലേഷൻഷിപ്പിലാവാൻ. അങ്ങനെ ഡിബേറ്റ് പറയാൻ വേണ്ടിയിട്ടില്ല, പോയിന്റ്സ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഒരു ലോഫുൾ അല്ലെങ്കിൽ ലീഗലായിട്ട് നമുക്കൊരു ഉത്തരം കിട്ടില്ലല്ലോ. വെറുതെ ഇങ്ങനെ ഡിബേറ്റ് ചെയ്യാമെന്നല്ലാതെ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസിൽ കണ്ടു, അവരുടെ ഡിബേറ്റ് ചെയ്യാണ്ടിരിക്കുക, ഡിബേറ്റബിൾ ആയിട്ട് പോകാണ്ടിരിക്കുക, കൂടുതൽ കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഒപ്പീനിയൻ ഉണ്ടാവും, പക്ഷെ എന്നാലും ഡിപ്ലോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് സമ്മതിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ എനിക്ക് ആൻസർ മാറ്റി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലെന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും പിന്നീട് എനിക്കത് മാറ്റി പറയേണ്ടി വന്നു. അതെനിക്ക് അറിയില്ല, അതെങ്ങനെയാണ് ഇംപ്രഷൻ അവിടെ ചെന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പിന്നെ തോന്നിയത് മാറ്റി പറയണമെന്ന്, ബിക്കോസ് അവർ ലീഗൽ സൈഡ് പറഞ്ഞു തന്നപ്പം എനിക്കത് കറക്റ്റാന്ന് തോന്നി, അങ്ങനെ ഞാൻ മാറ്റി പറഞ്ഞതാണ്. അത് ഒരു രീതിയിൽ നോക്കുമ്പം നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ വേറൊരാൾ പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ എന്നെ ആശ്വസിപ്പിച്ച് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഇൻ്റർവ്യൂ എടുത്തിരുന്നത് നമ്മുടെ ഹൈക്കോടതിയുടെ രജിസ്ട്രാർ ജനറൽ ആയിരുന്നു ഇൻ്റർവ്യൂ എടുത്തത്. ഒരാൾ മാത്രമേ പാനലിൽ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നമുക്ക് അറിയായിരുന്നു കേട്ടോ, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒട്ടുമിക്കതും നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ പോയി ഇരിക്കുമ്പം അതൊരു വേറൊരു മാനസികാവസ്ഥയാണ്. നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല. ഇപ്പോൾ UCC പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ ഒരു ഡെഫിനേഷൻ, പക്ഷെ എന്നാലും അതിൻ്റെ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒറ്റ വാക്കിൽ എനിക്ക് നിർത്തേണ്ടി വന്നു. അപ്പം എനിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത പോലെ എനിക്ക് അവിടെ പോയി പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര വലിയ സാറ്റിസ്ഫൈഡ് അല്ല ഇൻ്റർവ്യൂ കൊടുത്തതിൽ. പിന്നെ അത് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നൊരു 6 മിനിറ്റ് കൂടിപ്പോയി, 6 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇൻ്റർവ്യൂ. പെട്ടെന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. ഞാനൊരു സെൻറ്റൻസിലെല്ലാം ഉത്തരം പറഞ്ഞ് ഒതുക്കി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ വേഗം ആൻസർ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി ഇൻ്റർവ്യൂ. പിന്നെ ആള് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല സ്മൈലിംഗ് ആയിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ആ സ്മൈൽ കിട്ടിയിട്ട് കൂടി എനിക്ക് ടെൻഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇരിക്കുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ വന്നപ്പം എനിക്കത് ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയോ എന്നുള്ള രീതിയിലായിപ്പോയി. അതുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ പോയെന്നുള്ളൊരു അങ്ങനെ കുറേ കൺഫ്യൂഷൻ ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ ആയിരുന്നു മനസ്സിൽ. അതുകൊണ്ട് ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആൻസർ പറയാണ്ട് വരുന്നിട്ടില്ല. കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ പറഞ്ഞു. വേസ്റ്റിനെ പറ്റിയിട്ട് എനിക്ക് ലാസ്റ്റിൽ ഡിസ്പോസൽ അതെനിക്ക് പറയാൻ പറ്റില്ല. പിന്നെയുള്ള നമ്മുടെ ലിവ് ഇൻ റിലേഷനിൽ ഞാൻ പെട്ടുപോയി. ഈ 2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ ആൻസർ ചെയ്തു. അതുപോലെ ആഫ്റ്റർ ഗ്രാജുവേഷൻ എന്താ ജോബില്ല, അതിനും എനിക്ക് കറക്റ്റായിട്ട് ഒരു നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയില്ല. UCC ആണെങ്കിലും ഞാൻ വിചാരിച്ച ആൻസർ കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഇത് എല്ലാവർക്കും ഹാപ്പൻ ചെയ്യുന്നതായിരിക്കും. അവിടെ പോയി ഇരിക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതൊന്നും അവിടെ പോയി നമ്മൾ ചെയ്യുന്നത് വേറൊന്നും അങ്ങനെ ആവാം. പക്ഷെ ഓവറോൾ നോട്ട് സാറ്റിസ്ഫൈഡ് അതാണ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടി, ഹൈക്കോടതിയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒരു എക്സ്പീരിയൻസ് ആയി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈക്കോടതിയിൽ നമുക്ക് പോകാൻ പറ്റി. അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കൊള്ളാം, എല്ലാവരെയും കാണാം. കുറേ പോലീസുകാരുണ്ട്, കുറേ അഡ്വക്കേറ്റ്, ലോയേഴ്സ്, OA-മാർ, അസിസ്റ്റൻറ്റുമാർ, എല്ലാവരെയും കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ അകത്ത് എത്ര ആൾക്കാരുണ്ടോ അത്ര തന്നെ വണ്ടികൾ വെളിയിലുണ്ട്. ഒരു വലിയൊരു കാറ് മേളം എന്നൊക്കെ പറയില്ല, അത്രയും കാറാണ് പുറത്ത് ഞങ്ങൾ വന്നപ്പോൾ. അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്കൊരു വട്ടം കൂടെ ഇനി ഒന്നും കൂടി ഹൈക്കോർട്ട്, അത് 2 വർഷത്തെ വാലിഡിറ്റി ആണ് ഒരു ഹൈക്കോർട്ട് റാങ്ക് ലിസ്റ്റിന്. അപ്പം അടുത്ത ഹൈക്കോർട്ട് ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഏതെങ്കിലും ജോലിയിലേക്ക് കയറുമെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ടൈം കണ്ടെത്തിയിട്ട് അടുത്ത ഹൈക്കോടതിക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്നുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ. ഡിസ്ക്രിപ്ഷനും ഇൻ്റർവ്യൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഇതെനിക്ക് ഓവറോൾ അറിയാം എൻ്റെ ഇതുണ്ടാവാൻ പോകുന്നതെന്ന്, ജനറൽ കാറ്റഗറിയും കൂടെ ആയതുകൊണ്ട്
അപ്പം അടുത്തതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ആക്കണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതിന് മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.